കൊച്ചിക്ക് സമീപം പുറംകടലിൽ ചരിഞ്ഞ കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്ത് കരയ്ക്കടിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്തായിട്ടാണ് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത്. 500 മീറ്റർ മാറി മറ്റൊരു കണ്ടെയ്നർ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റിപ്പോർട്ടിന് ശേഷം ന്യൂസ് ടൈമിൽ സിജു സുഗതനെത്തും. ശരത്ത്, ഏതായാലും വിഴിഞ്ഞത്ത് നിന്നാണ് ഈ എൽസ 3 എന്ന് പറയുന്ന കപ്പൽ പുറപ്പെട്ടിരുന്നത്. അത് കൊച്ചിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെടുന്നത്. അത്തരത്തിലൊരു ദുരന്തത്തെ തുടർന്ന് ആ കപ്പൽ പൂർണ്ണമായും മുങ്ങുകയും അതിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ തീരമേഖലയിലേക്ക് അതിന്റെ കണ്ടെയ്നറുകൾ വന്ന് അടിയുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം ജില്ലയുടെ തീര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തീരത്ത് അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ അത് അഞ്ചുതെങ്ങ് ഭാഗത്തും ഇടവ ഭാഗത്തും ഒക്കെയായി തുമ്പ ഭാഗത്തും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. പല കണ്ടെയ്നറുകൾ തുറന്ന നിലയിലാണ്. കാലി കണ്ടെയ്നറുകളായിരുന്നെങ്കിൽ ചില പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രിസ്റ്റലുകൾ അടക്കമുള്ള സാധനങ്ങളാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സമീപത്തായി ഈ ഒരു കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അത് തീരത്ത് അടിഞ്ഞിരിക്കുകയാണ്. ഇനി അവിടെ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ അടക്കം സഹായത്തോടു കൂടി ഇത് കരയിലേക്ക് വലിച്ചു കയറ്റുന്നതായിരിക്കും. അല്പസമയത്തിനകം കോസ്റ്റ് ഗാർഡിന്റെ ടഗുകളടക്കം എത്തി ഇതിന്റെ സ്ഥിതിഗതികൾ രാവിലെ തന്നെ പരിശോധിച്ചിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഇതിന് തൊട്ടപ്പുറത്തുള്ള പൊഴിയൂർ തീരത്തും പൊഴിയൂർ ഭാഗത്തും ഒരു കണ്ടെയ്നർ തീരത്തേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നും 500 മീറ്റർ മാറി മറ്റൊരു കണ്ടെയ്നർ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം കൂടി നടത്തി വരികയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇതിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും ഈ കടലിനോട് ചേർന്ന് എന്തെങ്കിലും വസ്തുക്കൾ ഈ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും കൂടുതൽ പരിശോധനകൾ കോസ്റ്റ് ഗാർഡ് നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള പെട്രോളിങ്ങും കോസ്റ്റ് ഗാർഡിൻ്റേത് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്.